ആയിപ്പോയതിന്റെ ബാക്കി വീഡിയോ കണ്ടാലോ? ഇത് അമ്മുന്റെ മാമിയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് പോലും കണ്ടിട്ടില്ല കേട്ടോ. വെയിലത്ത് നടന്ന് പൊള്ളിയോണ്ട് തന്നെ കാല് നല്ലോണം കഴുകിയിട്ടാണ് അകത്തേക്ക് കയറിയത്. എന്റെ കണ്ണ് അപ്പോഴും ഗ്യാസിൽ കിടന്ന് പൊരിയണ ഈ ചിക്കൻ ഫ്രൈയിലേക്കായിരുന്നു കേട്ടോ. ഇത് അമ്മുന്റെ ദീപുമാമനാണ്. വീഡിയോ എടുക്കല്ലേ എന്നാട്ടാ പറയണത്. പുറത്തപ്പോ ഒരു ഫ്ലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ, അത് കാണാൻ ഞാൻ പോയി കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ഒന്നും ഫ്ലോട്ട് ഇല്ലാത്ത കാരണം ഇത് കാണുമ്പോൾ എനിക്കൊരു അത്ഭുതം പോലെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്ന ആ ഒരു ചിക്കൻ കാലെടുത്ത് കടിച്ച് പറിച്ചപ്പോണ്ടല്ലോ, ആഹാ എന്തൊരു സന്തോഷം, സമ്മർദ്ദം. അത് ഞങ്ങൾ പെൺപടയിരുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ആൺപടനെ ഇരുത്തിയത്. ഫുഡ് കഴിക്കാനായപ്പോഴത്തേനും ഡ്യൂട്ടിക്ക് പോയ വിനു വന്നിട്ടുണ്ടായിട്ടാ. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി റെഡി ആയിട്ട് വിനുവിന്റെ ഫ്രണ്ട് ഉണ്ണിച്ചാന്റെ കല്യാണ റിസപ്ഷൻ ഉണ്ടായിരുന്ന ചവറയിൽ വെച്ചിട്ട് അവിടേക്ക് അങ്ങനെ ഗിഫ്റ്റും മേടിച്ചിട്ട് പോയിട്ടാ നേരെ. ഇതാണ് ബ്രൈഡും ഗ്രൂമും. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു 2.5-3 മണിക്കൂർ ആവുന്നുള്ളൂ. അതുകൊണ്ട് ഒട്ടും വയറ്റിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ചങ്ങോട്ട് തട്ടി മിനിങ്ങിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് നേരെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കാട്ടാ പോയത്. അവിടുന്ന് നേരെ അമ്മുന്റെ വീട്ടിൽ തന്നെയാണ് പോയത്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് രാത്രി പൂജപ്പുര അമ്പലത്തിൽ തന്നെ പോയിട്ട് ഉത്സവം കാണാനായിട്ട്. ഇത് അമ്മുന്റെ അമ്മയാണ്, ഞങ്ങളുടെ ഒപ്പം വൈബാണ് കേട്ടോ. തൃശ്ശൂർ പൂരത്തിലൊക്കെ ഈ ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ, ഇവിടെ കൊല്ലത്ത് വന്നതിന് ശേഷമാട്ടാ ഞാൻ ഈ ഒരു സാധനം കാണുന്നത്. എനിക്കിതെന്തോ മഹാത്ഭുതം പോലെയാണ്. പക്ഷെ എനിക്ക് ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഫ്ലോട്ടും കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഫ്ലോട്ടും നടന്ന് കാണിച്ചു തരുട്ടോ വിനു. എനിക്ക് തിരക്കെന്ന് പറഞ്ഞാല് അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നേ. പിന്നെ ഫ്ലോട്ടുകളൊക്കെ കയറി വരുന്നത് കാണാനായിട്ട് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ കയറി നിന്നിട്ടുണ്ടായേ. കുറച്ചൊന്നുമല്ല കേട്ടോ, ഒരുപാട് ഫ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലോട്ട് ഇതായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഒരു സാധനത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ്. അതിന്റെ സൗണ്ട് ആട്ടോ നിങ്ങളിപ്പോ കേട്ടത്. ഞാൻ തിരിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. ഫോണിൽ തട്ടിയത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഫുഡ് കഴിക്കാൻ വയറില്ലാത്തതുകൊണ്ട് ടാറ്റയും കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. വരുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ എന്റെ കണ്ണിൽ എന്തോ കരട് പോയി, അതും എടുത്ത് കളഞ്ഞിട്ടാ വീട്ടിൽ എത്തിയത്. അമ്പലത്തിലെ 8ാം ഉത്സവം പ്രമാണിച്ചിട്ട് പിള്ളേരുടെ ഡാൻസുകൾ ഉണ്ടായിരുന്നേ. കുറച്ചേരെ കണ്ടുള്ളൂ, കാരണം ഞാൻ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. രാവിലെ മുതലേ ഓട്ടമായത് കൊണ്ടിട്ട്. പിന്നെ കുറച്ച് ഡാൻസ് ഒക്കെ കണ്ടിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.